നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. തികച്ചും 3 ആളുകൾ മാത്രം ചുറ്റിലിരുന്ന് സംസാരിച്ച് തീർക്കേണ്ടിയിരുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ അടുക്കളയിലിരുന്ന് തീർക്കേണ്ടിയിരുന്ന ഒരു വിഷയം ഇപ്പോൾ ഒരു വലിയ സംഘടനയുടെ ഒരു വലിയ തലവേദനയായി മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വന്നത് അൻസിബ ലക്ഷ്മിപ്രിയ വിഷയം തന്നെയാണ്. അതായത് ഒരു യാത്രയിൽ ഒരു പരിപാടിയുടെ പ്രത്യേക പരിപാടിയുടെ ഭാഗമായിട്ട് ലക്ഷ്മിപ്രിയ ഒരു യാത്ര നടത്തുന്നു. ആ ഒരു യാത്രയെ സംബന്ധിച്ച് അൻസിബ ലക്ഷ്മിപ്രിയയോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നു. ഒരാളുമായിട്ട്, ഒരു പ്രത്യേക പ്രമുഖനുമായിട്ട് എടുത്ത ഫോട്ടോയെ കുറിച്ചുള്ള ചില മെസ്സേജുകൾ. ആ മെസ്സേജുകൾ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് കാണുന്നു. അത് ലക്ഷ്മിപ്രിയക്കെതിരെ സംസാരിക്കുന്ന ഒരു വിഷയമായിട്ട് മാറുന്നു. അങ്ങനെ ലക്ഷ്മിപ്രിയ അൻസിബയോട് എന്താണ് കാര്യം എന്നത് വ്യക്തമായി ചോദിക്കുന്നു. അതിന് അൻസിബ മറുപടി കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. പിന്നീട് അത് ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനെ ലക്ഷ്മിപ്രിയയിൽ ഒരു സംശയം ഉണ്ടാക്കാൻ സാഹചര്യം ഒരുക്കുന്നു. അവസാനം അവർ പിരിയുന്നു എന്ന തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ എത്തിയത്. ഇതിപ്പോൾ ഇത്തരത്തിൽ അൻസിബ പരാതിയായിട്ട് നൽകിയിട്ട് പോലും നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 2 പേർ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് തീർക്കേണ്ടിരുന്ന ഒരു വിഷയം കൈവിട്ടുപോയ ഒരു സാഹചര്യത്തെയാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോഴാ ഇത്തരം കാര്യങ്ങൾ അമ്മയിലെ തകർച്ചയ്ക്ക് തന്നെ കാരണമായി മാറി എന്നുള്ള വിഷയത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും അൻസിബയ്ക്കെതിരെ 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് രംഗത്തേക്ക് വരികയാണ് ലക്ഷ്മിപ്രിയ. അൻസിബ ഹസൻ വിചാരിച്ചാൽ തകർന്നു പോകുന്ന ഒരാളല്ല താനെന്നും, തന്നെ തകർക്കാൻ വേണ്ടി ചില മത അടിസ്ഥാനത്തിലുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പ്രശ്നമുണ്ടായത് എന്നൊക്കെയാണ് ലക്ഷ്മിപ്രിയ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയ ലക്ഷ്മിപ്രിയ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അൻസിബയുടെ ആരോപണത്തിന് പിന്നിൽ അജണ്ടയുണ്ടെന്നാണ് ലക്ഷ്മിപ്രിയയുടെ വാദം. നടിക്കു പിന്നിൽ മതവർഗീയ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് താൻ ബലമായി സംശയിക്കുന്നുണ്ടെന്ന് ലക്ഷ്മിപ്രിയ ആരോപിച്ചു. 10 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അൻസിബയ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാനും ലക്ഷ്മിപ്രിയ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. തനിക്കും തൃപ്പൂണിത്തറ വനിതാ സെല്ലിലെ SIക്കുമെതിരെ അൻസിബ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന ASP കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയ വാർത്തകൾക്ക് പിന്നാലെ ലക്ഷ്മിപ്രിയ പ്രതികരണവുമായിട്ട് രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, DGP എന്നിവരുടെ വിലപ്പെട്ട സമയം ഇത്തരമൊരു വിഷയത്തിന് വേണ്ടി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പാഴാക്കി കളഞ്ഞു. അതിൽ ഞാൻ കൂടി പങ്കാളിയാകേണ്ടി വന്നു എന്നതിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മിപ്രിയ തുടങ്ങുന്നത്. അൻസിബ വിചാരിച്ചാൽ തകർന്നു പോകുന്ന ഒരാളല്ല ലക്ഷ്മിപ്രിയ. അൻസിബയുടെ പിന്നിൽ അജണ്ടയുണ്ട്. മതവർഗീയവാദികൾ അൻസിബയുടെ പിന്നിലുണ്ട് എന്ന് താൻ സംശയിക്കുന്നുണ്ടെന്നാണ് ലക്ഷ്മിപ്രിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഞാൻ പരാതിയായി നൽകിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ വ്യക്തമാണ്. അൻസിബയിൽ നിന്ന് മെസ്സേജ് വന്നു, അതിന്റെ കാര്യം അന്വേഷിക്കണം എന്ന് പറയുക മാത്രമാണ് ചെയ്തത്. പ്രത്യേകമായിട്ട് പരാതി നൽകിയിട്ടില്ല. എന്റെ പരാതി ഗൗരവമുള്ളതാണെന്നും കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും ഒരിടത്തും താൻ പറഞ്ഞിട്ടില്ലെന്നും ലക്ഷ്മിപ്രിയ പറയുന്നു. പരിഹരിക്കാവുന്ന സ്ഥലം എന്ന നിലയിൽ മാത്രമാണ് താൻ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിലേക്ക് തന്റെ ഈ വിഷയവുമായിട്ട് ചെല്ലുന്നത്. എന്റെ പരാതി കാര്യഗൗരവമുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല. എന്റേത് പരാതി എന്ന് പോലും പറയാൻ തനിക്ക് പറ്റില്ല. എങ്കിലുമുണ്ടായ വിഷമം അത് താൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിൽ അവിടെ ചെന്ന് അവതരിപ്പിച്ചു എന്ന് മാത്രം. അതിനെ ഗൗരവത്തോടെ എടുക്കണമെന്നോ ചർച്ച ചെയ്യണമെന്നോ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് സംഘടനയിൽ പോലും താൻ പരാതി പറയാതിരുന്നത് എന്നും ലക്ഷ്മിപ്രിയ പറയുന്നു. ക്ഷമ പറയുന്നുണ്ടോ എന്ന് മാത്രമാണ് തൃപ്പൂണിത്തറ SI രേഷ്മ ചോദിച്ചിരുന്നത്. 20 മിനിറ്റ് മാത്രമാണ് എല്ലാവരും ചേർന്ന് ഇരുന്ന് സംസാരിച്ചത്. 35 മിനിറ്റ് 20 സെക്കൻഡ് എൻ്റെ ഭർത്താവിനോടാണ് പിന്നീട് അവർ സംസാരിച്ചത്. ആ സംസാരിച്ചതിൻ്റെ ഫോൺ റെക്കോർഡുകൾ തൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഈ വിവാദങ്ങൾക്ക് ഒരു അവസാനമായി. എന്തായാലും ഇത്തരമൊരു വിവാദം ഉണ്ടാക്കാൻ അൻസിബയ്ക്ക് മുന്നിൽ ചില ആളുകൾ ഉണ്ട് എന്നും ചില അജണ്ടകൾ ഇതിന് പിന്നിലുണ്ട് എന്നും ഉറച്ചു വിശ്വസിക്കുകയാണ് ലക്ഷ്മിപ്രിയ. അത് അന്വേഷിക്കണമെന്നും ലക്ഷ്മിപ്രിയ ആവശ്യപ്പെടുന്നു. അൻസിബ കോടതിയെ സമീപിച്ചോട്ടെ എന്നും 10 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് താൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നും ഇപ്പോൾ ലക്ഷ്മിപ്രിയ പറയുന്നു. 10 വയസ്സുള്ള തന്റെ മകളെ പോലും അൻസിബ അധിക്ഷേപിച്ചു. അമ്മ സംഘടന വെണ്ണല മഹാദേവ ക്ഷേത്രത്തിന്റെ ഫണ്ട് സ്വീകരിച്ചു എന്നതായിരുന്നു അൻസിബയെ പ്രകോപിപ്പിച്ചതെന്നും, അമ്മ കലാകാരന്മാരുടെ സംഘടനയാണ്, അതുകൊണ്ട് തന്നെ ജാതിയും മതവും മുസ്ലിം സംഘടന ഫണ്ട് തന്നാലും അതൊന്നും തങ്ങൾ പരിഗണിക്കുന്ന ഒരു വിഷയമല്ല. തങ്ങൾക്ക് ഫണ്ട് തരുന്നത് ആരാണോ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിപ്പോൾ മുസ്ലിം സംഘടന ഫണ്ട് തന്നാൽ വാങ്ങും,
അത് രേഖകളുള്ള പണമാണ് എന്ന് മാത്രമാണ് തങ്ങൾക്ക് നിർബന്ധമുള്ളത് എന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. അതേസമയം ലക്ഷ്മിപ്രിയയ്ക്കും വനിതാ SIക്കും എതിരായിട്ട് നടി അൻസിബ നൽകിയിട്ടുള്ള പരാതിയിൽ കഴമ്പില്ലെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്നത്. SI രേഷ്മ അൻസിബയോട് മോശമായി പെരുമാറിയിട്ടില്ല എന്നും കേസെടുക്കാനാവില്ല എന്നും വ്യക്തമാക്കി തൃക്കാക്കര SP കമ്മീഷണർക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുകയാണ്. ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയിലും അടിസ്ഥാനമില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വ്യാജ പരാതിയുടെ പേരിൽ SI രേഷ്മ 3 മണിക്കൂറോളം തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്നും അനധികൃതമായി സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചുവെന്നുമാണ് അൻസിബ പറഞ്ഞത്. വ്യാജ പരാതിയുടെ പേരിൽ SI രേഷ്മ 3 മണിക്കൂറോളം തന്നെ മാനസികമായി പീഡിപ്പിച്ചുവെന്നും അനധികൃതമായി സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചു എന്നുമാണ് അൻസിബയുടെ പരാതി. താൻ വിവരം ചോദിച്ചത് മാത്രമേ ഉള്ളൂ എന്നും രേഷ്മയുടെ മൊഴിയുണ്ട്. 1 മണിക്കൂർ 17 മിനിറ്റ് 20 സെക്കൻഡ് മാത്രമാണ് തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ ഉണ്ടായിരുന്നത് എന്നും വിശദീകരണത്തിൽ പറയുന്നു. ലക്ഷ്മിപ്രിയയുടേത് വ്യാജ പരാതിയാണെന്ന് ചൂണ്ടിക്കാട്ടിയ അൻസിബ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു. എന്നാൽ അൻസിബ അയച്ച മെസ്സേജ് തനിക്ക് വ്യക്തിപരമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും അതാണ് പരാതി നൽകിയതിന് കാരണമെന്നുമാണ് ലക്ഷ്മിപ്രിയയുടെ വിശദീകരണം. ഡിസംബർ 10-ാം തീയതി വന്ന സന്ദേശത്തിന് ജനുവരി 21 വരെ ഞാൻ പരാതി നൽകിയില്ല. ജനുവരി 22-നാണല്ലോ പരാതിപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ഫോണിലേക്ക് വരുന്ന ഒരു അനാവശ്യ സന്ദേശത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടതെന്നും ലക്ഷ്മിപ്രിയ ചോദിച്ചു. തൻ്റെ ഭർത്താവ് പ്രശ്നമാക്കിയത് വിട്ടേക്കുക, എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുമ്പോൾ എനിക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാമല്ലോ എന്ന് ലക്ഷ്മിപ്രിയ ചോദിക്കുന്നു. നടൻ ടിനി ടോമിനെതിരെയും അൻസിബ പരാതി നൽകിയിട്ടുണ്ട്. വർഗീയമായിട്ട് അധിക്ഷേപിക്കുന്നു എന്നും തന്നെയും കുടുംബത്തെയും വേട്ടയാടുന്നു എന്നും വ്യക്തമാക്കിയാണ് അൻസിബ അത്തരം ഒരു പരാതി നൽകിയത്. ഈ കേസിൽ ഇരുവരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്താൻ നിൽക്കുകയാണ്. അതേസമയം അൻസിബ പറയുന്ന കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായം എന്ന തരത്തിൽ നിരവധി ആളുകൾ രംഗത്ത് വന്നു കഴിഞ്ഞു. താരസംഘടനയായിട്ടുള്ള അമ്മയിലെ പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ നിഷ്പക്ഷമായ സമിതി രൂപവൽക്കരിക്കണമെന്നാണ് നടി മാലാ പാർവതി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം ഒരു കാര്യത്തിൽ പ്രതികരിച്ചത്. നിലവിലെ ഭരണസമിതി പിരിച്ചുവിടണമെന്നും സംഘടനയിൽ നടക്കുന്നത് ഗുരുതരമായ പ്രശ്നങ്ങളെന്നും മാലാ പാർവതിയും പറയുന്നു. അടുത്ത ദിവസങ്ങളിൽ വലിയ ആരോപണങ്ങൾക്കുള്ള കൂടുതൽ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വരുമെന്നുള്ള സൂചനയും മാലാ പാർവതി അത് നൽകി. എല്ലാവരെയും പിരിച്ചുവിടണമെന്നത് താൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞ കാര്യമാണെന്നും അൻസിബയുടെ പരാതി കേൾക്കാൻ ഒരു സമിതി ഉണ്ടാക്കണമെന്ന ആവശ്യവും അവർ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു റൂമിനുള്ളിൽ കഴിയേണ്ടുന്ന അവസാനിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഇത്തരത്തിൽ ഇപ്പോൾ അതിരുവിട്ട് പോയിരിക്കുന്നത്. 10 കോടി രൂപ നഷ്ടപരിഹാരം മാനനഷ്ടത്തിന് കേസ് കൊടുത്ത് വാങ്ങിക്കും എന്നുള്ള നിലപാടിൽ ലക്ഷ്മിപ്രിയയും താൻ നിയമപരമായിട്ട് താൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്നുള്ള നിലയിൽ അൻസിബയും നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയിലെ ഒരു സുതാര്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എന്ന് മാത്രമുള്ളതാണ്. 3 പേർ തമ്മിലുള്ള പ്രശ്നം അതൊരു സംഘടനയുടെ പ്രശ്നമായി മാറ്റുന്നു അല്ലെങ്കിൽ മാറുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ അമ്മാ സംഘടനയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉണ്ടായിട്ടുണ്ട്.